ദൈവനാമത്തിന് മഹത്വം. യെശയ്യാ പ്രവചനം 53 അധ്യായത്തിൻ്റെ 7 വാക്യം വായിക്കാം. യെശയ്യാവ് 53:7. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. 3 പ്രാവശ്യം അവിടെ ആവർത്തിക്കുന്നുണ്ട്. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും. അതുപോലെ അവസാനം അവൻ വായ തുറക്കാതിരുന്നു. യേശു കർത്താവ് ഈ ഘോരമായ പീഡനങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയപ്പോൾ വായ തുറന്നില്ല എന്ന് പറഞ്ഞാൽ മിണ്ടിയില്ല, ഒരു ശബ്ദം ഉച്ചരിച്ചില്ല. എന്ന് പറഞ്ഞാൽ അതിൽ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ മിണ്ടാതിരുന്ന ആള് ചിലപ്പോൾ ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, ഒരു സമയത്ത് ഒരു പ്രശ്നം തീർക്കാൻ പോകുമ്പോൾ അതിൽ ഇടപെടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ആളോട് പറയേണ്ടി വന്നു, നിങ്ങളൊന്നും സംസാരിക്കണ്ട കേട്ടോ, കാരണം അദ്ദേഹം സംസാരിച്ച കുളമാക്കും. ആള് നല്ലവനാ, ശുദ്ധനാ, പ്രാപ്തനാ, പക്ഷെ സംസാരിക്കാൻ അറിയില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. നമ്മുടെ കർത്താവ് മിണ്ടാതിരുന്നത് അങ്ങനെ വല്ല പ്രാപ്തി കുറവ് കൊണ്ടാണോ? വാ തുറന്നാൽ പെശകാവും, അങ്ങനെയാണോ? അല്ല. ഇനി ഒരു ന്യായമില്ലാഞ്ഞിട്ടാണോ? സാധാരണ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മത്തായി 26:62 മുതൽ 63 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കണ്ട, നമുക്കറിയാവുന്ന വാക്യങ്ങളാണ് ഇതൊക്കെ. അവിടെ മഹാപുരോഹിതന്റെ മുൻപിൽ നിൽക്കുക. മഹാപുരോഹിതന്റെ മുൻപിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ സന്നിഹിദ്ര്യ സംഘത്തിന്റെ അധ്യക്ഷനാണ് മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതന്റെ കീഴിൽ 70 അംഗങ്ങൾ വേറെയുണ്ട്. 71 അംഗങ്ങളുള്ള സന്നിഹിദ്ര്യ സംഘം. അതാണ് യഹൂദ ഭരണത്തിന്റെ സുപ്രീം കോടതി. അതിൻ്റെ മീതെ ഒരു അപ്പീൽ കോടതി ഇല്ല യഹൂദന്മാർക്ക്. റോമൻ സർക്കാരിൻ്റെ കീഴിലാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ മതപരമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും വിസ്തരിക്കാനും വിധി കൽപ്പിക്കാനും ശിക്ഷ നടപ്പാക്കാനും ഒക്കെ അവർക്ക് അധികാരമുണ്ട്. എന്നാൽ മരണശിക്ഷ മാത്രം അവർക്ക് നടപ്പാക്കാൻ അധികാരമില്ല. മരണശിക്ഷ ഒരാൾക്ക് കൊടുത്താൽ ആ കേസ് റോമൻ കോടതിയിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് കർത്താവിനെ പീലാത്തോസിൻ്റെ കോടതിയിൽ കൊണ്ടുപോയത്. മഹാപുരോഹിതൻ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ സുപ്രീം കോടതിയുടെ അധിപനാണ്. അവൻ്റെ മുൻപിൽ നിന്ന് ആളുകളൊക്കെ ആരോപണങ്ങൾ ഉയർത്തി, ഇവൻ ഈ ദൈവാലയം പൊളിച്ചാൽ 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്നൊരുത്തൻ പറഞ്ഞു. യേശു കർത്താവിന് വേണമെങ്കിൽ ന്യായം പറയാം, ഞാൻ ആ ദേവാലയത്തെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞത്, എൻ്റെ ശരീരം, ഇതൊക്കെ പറയാം, കാരണമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവൻ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ അത്ഭുതപ്പെട്ടു. അത് കഴിഞ്ഞ് അവരവന് വധശിക്ഷ വിധിച്ചു. അപ്പോൾ പീലാത്തോസിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുപോയി. പീലാത്തോസിൻ്റെ മുൻപിലും അവരോരോ ആരോപണങ്ങളൊക്കെ പറഞ്ഞ് പീലാത്തോസ് ചോദിച്ചു, ഇവർ നിന്റെ നേരെ എന്തെല്ലാം ആരോപണങ്ങളെ പറയും, നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അയാൾക്ക് അത്ഭുതം തോന്നി. കാരണം അങ്ങനെ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്നാൽ അയാൾക്ക് ഒരു ന്യായവും പറയാനില്ലെങ്കിലും അതും ഇതും പറഞ്ഞ് ന്യായവാദം ചെയ്യാനാണ് ശ്രമിക്കുക ആളുകൾ. എന്നാൽ കർത്താവ് ഒരക്ഷരം മിണ്ടിയില്ല. പീലാത്തോസിന് അറിയായിരുന്നു ഇവനെ അസൂയ കൊണ്ടാണ് യഹൂദന്മാർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. പീലാത്തോസിൻ്റെ ഭാര്യ സ്വപ്നം കണ്ടൊരു എഴുത്തു കൊടുത്തയച്ച കാര്യമൊക്കെ നമുക്ക് വേദപുസ്തകത്തിലുണ്ടല്ലോ. ഇതൊക്കെ വെച്ചാണ് പീലാത്തോസ് ഇവനൊരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ, നിന്നെ ക്രൂശിപ്പാനും വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയില്ലേ, എന്നിട്ടാണോ നീ മിണ്ടാതിരിക്കുന്നേ എന്ന് പറഞ്ഞു. കർത്താവ് വായ തുറക്കാതിരുന്നു. വായ തുറക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് തന്നെ ഒരു പരാതി പറഞ്ഞില്ല. കർത്താവ്, പിതാവേ, ഇതെന്താ ഇത്, വല്ല ഈ മനുഷ്യ കീടങ്ങൾ ഇങ്ങനെ, ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ദൈവത്തോട് ഒരു പരാതിയും പറഞ്ഞില്ല. മാത്രമല്ല മനുഷ്യരെ പഴി പറഞ്ഞില്ല, എന്നെ നിങ്ങളെയും പഴി പറഞ്ഞില്ല. ഇവന്മാരൊക്കെ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ കാരണം
ഞാൻ ഇത്ര അനുഭവിക്കേണ്ട വന്നല്ലോ. അങ്ങനെ ഒരക്ഷരം മിണ്ടിയില്ല. നമുക്ക് വേണ്ടിയാണ് ആളതൊക്കെ സഹിക്കുന്നത്. എന്നാലും വായ തുറക്കാതിരുന്നു എന്നതിൻ്റെ ഒരു വിശദീകരണം ഞാൻ പറയുകയാണ്. ദൈവത്തോടൊന്നും പറഞ്ഞില്ല, നമ്മളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. മാത്രമല്ല, ഈ പീഡിപ്പിക്കുന്നവരെ ഒന്നും ശപിച്ചില്ല. സാധാരണ പീഡനത്തിനിടയാവും. ഇപ്പോൾ ഇവരവിടെ മഹാപുരോഹിതന്റെ മുൻപിൽ വെച്ച് തന്നെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചപ്പോൾ അവൻ മിണ്ടി. തൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ താൻ മിണ്ടി. തനിക്ക് ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ട കാര്യങ്ങളൊന്നും താൻ മിണ്ടിയില്ല. അതാണ് കാര്യം. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് നിന്നോട് ചോദിച്ചത്, ഐ അഡ്ജൂർ യു ഇൻ ദ നെയിം ഓഫ് ദ ലിവിങ് ഗോഡ് എന്ന് ചോദിച്ചാൽ ഒരു യഹൂദൻ ഉത്തരം പറഞ്ഞേ മതിയാവും. അങ്ങനെയാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവോ? ഞാനാകുന്നു. ഇനി മേലാൽ മനുഷ്യപുത്രൻ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞ അപ്പോൾ അവർക്കത് ദുഷിച്ച ദൈവദൂഷണമാണ്. അവരവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ കന്നത്തടിച്ചു, കുത്തി, മുഷ്ടി കുട്ടി കുത്തി. ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് പിന്നെ പീലാത്തോസിനടുക്ക് വന്നിരിക്കുന്നത്. കർത്താവ് ദൈവത്തോട് ഒരു പരാതി പറഞ്ഞില്ല, നമ്മളെക്കുറിച്ചൊരു പരാതി പറഞ്ഞില്ല, ഈ പീഡിപ്പിക്കുന്നവരെ ശപിച്ചുമില്ല. സാധാരണ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് തുപ്പും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒന്നും ചെയ്തില്ല. വായ തുറക്കാതെ നിശബ്ദനായി നിന്നു. വലിയ അതിശയം. സ്വന്തം വിധിയെ പഴിച്ചുമില്ല. എൻ്റെ ഗതികേട്, ഇതൊരു നാശം പിടിച്ച വിധിയായി തൻ്റെ സ്വന്തം വിധിയെ പഴിച്ചില്ല. താൻ ന്യായാന്യായങ്ങൾക്ക് വേണ്ടി തർക്കിക്കാനും പോയില്ല. താൻ തർക്കിക്കാൻ വായ തുറന്നാൽ ഇവർക്കാർക്കും നിഷേധിക്കാൻ പറ്റാത്ത വാദമുഖങ്ങൾ ഉന്നയിക്കാൻ കർത്താവിനുണ്ട്. പക്ഷെ താൻ നിശബ്ദനായി മിണ്ടാതെ നിന്നു. എന്തിനാ മിണ്ടാതെ നിന്നത്? ഞാൻ പറഞ്ഞാൽ അവൻ എന്നെ അവിടെ കണ്ടുകൊണ്ടിരുന്നു, എൻ്റെ മുഖത്തെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ നരകത്തിൽ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിൽ, കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള നരകത്തിൽ ഞാൻ കിടന്ന് എരിപൊരി കൊള്ളുന്ന കാഴ്ച അവൻ കണ്ടു. അതുകൊണ്ട് അവൻ നിശബ്ദനായി നിന്നു. കർത്താവാണ് നിശബ്ദനായി നിന്നത്. ഇപ്പോൾ ആരെയും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു നന്നായി എന്ന് പറയാം. കർത്താവ് തൻ്റെ വാക്കുകളുടെ വൈഭവം ലോകത്ത് ഒരു മനുഷ്യനും വെളിപ്പെടുത്തിയിട്ടുള്ളതിനേക്കാൾ ഉന്നതമാണ്. നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ പറയാം. ഈ അവൻ്റെ വാക്കുകളുടെ വൈഭവം, പരീശന്മാരും ഹെരോദ്യരും കൂടെ ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു. ഗുരു, കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയോ തെറ്റോ, വിഹിതമോ എന്നാ ചോദിച്ചത്, ശരിയാണോ തെറ്റാണോ ചോദിച്ചത്. വന്ന ആരാണ്? രണ്ടു കൂട്ടർ. ഒന്ന് പരീശന്മാർ. അവർ പറയുന്നത് ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വതന്ത്ര ജനമാണ്, ആർക്കും അടിമകളല്ല, ആർക്കും കരം കൊടുക്കാൻ ആവശ്യമില്ലാത്തവർ. അവർ കൊടുക്കും, കാരണം അല്ലെങ്കിൽ അവരെ ജയിലിലിടും. അതുകൊണ്ട് പക്ഷെ കൊടുക്കാൻ പാടില്ല എന്ന് അവരുടെ സിദ്ധാന്തം. ഹെരോദ്യരാണ് പിന്നൊരു കൂട്ടർ. ഹെരോദ്യരെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ തന്നെയുള്ള ഒരു ഹെരോദ്യ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഹെരോദ രാജാവിൻ്റെ കൂടെ നിൽക്കുന്നൊരു പാർട്ടി. അവർ പറയുന്നത് പിന്നെ കൈസർക്ക് കരം കൊടുക്കണേ, കൊടുത്തേ മതിയാവൂ, ഒരു ശില്ലി പിടിച്ചു വയ്ക്കാണ്ട് മുഴുവനും കൊടുക്കണം. ഈ രണ്ട് കൂട്ടരെയാണ് പരീശന്മാർ പറഞ്ഞു വിട്ടത്. കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയോ തെറ്റോ? ശരിയാണെന്ന് പറഞ്ഞാൽ ഈ ഹെരോദ്യർക്ക് സന്തോഷവും. പക്ഷെ പരീശന്മാർ, പിന്നെ നീ എന്തിട്ട് പഠിപ്പിക്കാനാ വന്നേ? ഞങ്ങളതല്ല ചെയ്തുകൊണ്ടിരിക്കണേ, എന്തിട്ട് പുതിയതായിട്ട് നീ പഠിപ്പിക്കണ പിന്നെ ചോദിക്കും. കൊടുക്കരുത്, ശരിയല്ല എന്ന് പറഞ്ഞാൽ ഹെരോദ്യർ ഉടനെ പോയി റിപ്പോർട്ട് ചെയ്യും, കർത്താവിനെ അറസ്റ്റ് ചെയ്യും, വധശിക്ഷയ്ക്ക് വിധിക്കും, രാജ്യദ്രോഹ കുറ്റത്തിന്. അവിടെ കർത്താവ് പറഞ്ഞ മറുപടി ലോകപ്രസിദ്ധമാണ്, വിശ്വവിഖ്യാതമാണ്. വാസ്തവത്തിൽ ഒരു കോയിൻ തരാൻ പറഞ്ഞു, നാണയം നോക്കി, ഈ മേലെഴുത്തും സ്വരൂപം ആരുടെയാ? കൈസറുടെ. കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്ക്. ഈ രണ്ടു കൂട്ടരും എന്തുകൊണ്ടപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാ പറയണ്ടേ? അങ്ങനെ വെറുതെ പകപ്പിക്കണ കാര്യമല്ല, ന്യായമായി പറഞ്ഞ കാര്യമാണ്. അവർക്ക് വാക്ക് മുട്ടിപ്പോയി. മറ്റൊരു സന്ദർഭത്തിൽ കർത്താവിൻ്റെ അടുക്കൽ ഒരു
ദുർനടപ്പിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീ അവളെ മുമ്പിൽ നിർത്തി, ഗുരു, മോശ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ, നീ എന്താ പറയണേ? അപ്പം അവർ വിചാരിച്ചത് കല്ലെറിഞ്ഞു കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ അപ്പം മോശയുടെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടാണ് നീ പഠിപ്പിക്കുന്നത്, അവനെ കല്ലെറിയും, യേശുവിനെ കല്ലെറിയും. കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ, കല്ലെറിയാൻ പറഞ്ഞാലോ പിന്നെ എന്താ പുതുതായിട്ട് പഠിപ്പിക്കണം? ഇതല്ലേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ എന്താ ഞങ്ങളോട് പഠിപ്പിക്കുക? അപ്പം യെസ്സും നോവും പറയാൻ പറ്റില്ല, അങ്ങനെയാണ് ചോദ്യം. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യം കല്ലെറിഞ്ഞോളാൻ പറഞ്ഞു. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, കല്ലൊക്കെ താഴെയിട്ട് പോയി, അവൾ മാത്രം ചെയ്യും. ഇതാണ് തൻ്റെ വാക്കുകളുടെ വൈഭവം. ഈ രണ്ട് സംഭവങ്ങളൊക്കെ ലോകം ഞെട്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്കത് വായിച്ച് സ്ഥിരം വായിച്ച് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ ലോകം ഞെട്ടിയിട്ടുള്ള ഉത്തരങ്ങളാണ്. കർത്താവിൻ്റെ വാക്കിൻ്റെ വൈഭവം അങ്ങനെ, അത് വെച്ചാണ് അവൻ വായ തുറക്കാതിരുന്നത്. ഇനി അവൻ്റെ വാക്കുകളിൽ ശക്തി ഉണ്ടായിരുന്നു. വാക്കുകളിലെ വൈഭവം മാത്രമല്ല, അവൻ പറയുന്ന വാക്കുകളിൽ കൂടെ ദൈവശക്തി വ്യാപരിച്ചിരുന്നു. അതായത് ഒരിക്കൽ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. യേശു കർത്താവ് വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് രോഗികൾ വന്നു സൗഖ്യത്തിന് വേണ്ടി. 4 ആളുകൾ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. കടക്കാനൊരു സ്ഥലമില്ല, എങ്ങനെയാണ് അകത്തേക്ക് കിടക്കുക? അവസാനം അവർ നോക്കിയപ്പോൾ പേടിയായി, ഇതിപ്പോൾ കർത്താവ് കഴിഞ്ഞ് പോയാലോ. അവർ മേൽക്കൂര പൊളിച്ചറിയാം. ഇതെങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷേ വേദപുസ്തകം പറയുന്നു വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് അവരാ കിടക്കയോടെ താഴെ വെച്ചു. കർത്താവ് അവരുടെ വിശ്വാസം കൊണ്ട് അത്ഭുതപ്പെട്ടു. അവസാനം ചെയ്തത്, നിന്റെ കിടക്ക എടുത്ത് നടന്നോളാൻ പറഞ്ഞു. അവനോട് എഴുന്നേറ്റ് നടന്നോളാൻ പറഞ്ഞാൽ പിന്നീട് സമാധാനം തപ്പിപ്പിടിച്ച കിടക്ക എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവൻ കിടക്ക എടുത്തുകൊണ്ട് നടന്നു. യേശു കർത്താവ് പറഞ്ഞ ആ വാക്കുകളിൽ ശക്തി വ്യാപരിച്ചിരുന്നു, അത്ഭുതമായ ശക്തി വ്യാപരിച്ചിരുന്നു. കർത്താവ് പറഞ്ഞ ഉടനെ അവൻ കിടക്കെടുത്ത് നടന്നു. വേറൊരുത്തിനോടും കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. ബെഥസ്ദ കുളക്കരയ്ക്കൽ 38 കൊല്ലം രോഗിയെ കിടക്ക. 38 കൊല്ലം എന്ന് പറഞ്ഞ എന്താ? 38 കൊല്ലം രോഗിയെ കിടക്ക ഒരാൾ. കർത്താവ് അവൻ്റെ അടുക്ക വന്ന്, നിനക്ക് സുഖാവാൻ മനസ്സുണ്ടോ? കർത്താവെ, ഞാൻ എന്താ ചെയ്യുക? ദൂതൻ വന്നും വെള്ളം. അപ്പം അന്നത്തെ സങ്കല്പം, ദൈവദൂതൻ ഒരു മാലാഹ വന്നും വെള്ളം കലക്കും ഇടയ്ക്കിടയ്ക്ക്. ആ സമയത്ത് ആര് വെള്ളത്തിലേക്ക് ആദ്യം ഇറങ്ങും അവന് സുഖമാവും. ഇയാൾ പറഞ്ഞു, ഞാൻ ഇറങ്ങുമ്പോഴേക്കും ഓരോരുത്തർ ചാടി ഇറങ്ങും, അവർ സൗഖ്യവും. ഞാൻ അങ്ങനെ. കർത്താവ് അവനോട് പറഞ്ഞു, നീ നിന്റെ കിടക്കെടുത്ത് നടന്ന് വീട്ടിലേക്ക് പോകോളാൻ പറഞ്ഞു. എല്ലാവരും കിടക്കെടുത്ത്, അവൻ കിടക്ക ചുരുട്ടിയെടുത്ത് വെച്ച് നടന്ന് വീട്ടിലേക്ക് പോയി. അവൻ്റെ വാക്കുകളിൽ അത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു. ആ കർത്താവാണ് മിണ്ടാതിരുന്നത്. ഈ കാര്യങ്ങളിൽ കൂടെ അവന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് തെളിയിച്ചു. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കഫർന്നഹൂമിലെ പള്ളിയിൽ വെച്ച് ഒരു ഭൂതബാധിതൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ യേശുവിനെ കണ്ടോണ്ട്, അയ്യോ, ഞങ്ങളെ സമയത്തിന് മുമ്പ് ദണ്ഡിപ്പിക്കാൻ വന്ന് ഞങ്ങളെ വിടുക എന്നൊക്കെ പറഞ്ഞാൽ, അവർ മിണ്ടരുത്, അവനെ വിട്ടു പോ. ഭൂതം അവനെ വിട്ടു പോയി. എല്ലാവരും കണ്ടു, അത്ഭുതപ്പെട്ടു. ഭൂതങ്ങളുടെ മേൽ അവനുള്ള അധികാരം അവൻ്റെ വാക്കുകളിൽ കൂടെ വെളിപ്പെടുത്തി. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 39-ാം വാക്യത്തിൽ യേശു കർത്താവ് പടകിൽ സഞ്ചരിക്കുക ശിഷ്യന്മാരുടെ കൂടെ. താൻ പടകിൽ അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുക. ഭയങ്കര കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റും ചുഴലിക്കൊടുങ്കാറ്റ്. വള്ളത്തിൽ വെള്ളം കയറി, വഞ്ചി മുങ്ങാറായി. അവർ വന്ന് കർത്താവിനോട്, കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് മനസ്സില്ലയോ എന്ന്. യേശു കർത്താവ് ഉണർന്നെഴുന്നേറ്റു. ഒരപ്പൻ തന്നെ മക്കളെ ശാസിക്കുന്നത് പോലെ, ഒരു മാഷ് തൻ്റെ വിദ്യാർത്ഥികളെ ശാസിക്കുന്നത് പോലെ, അടങ്ങുക, ശാന്തമാക. കാറ്റടങ്ങി, കടൽ ശാന്തമായി. എന്തൊരത്ഭുതം! അവർ അത്ഭുതപ്പെട്ടു. ഇവനാര്? കാറ്റും കടലും കൂടെ ഇവനനുസരിക്കുന്നുവല്ലോ. പ്രകൃതിയുടെ മേൽ അവനുള്ള അധികാരം വെളിപ്പെടുത്തി. നമുക്കെല്ലാവർക്കും പരിചിതമാണല്ലോ യോഹന്നാൻ 11-ൽ ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് മരിച്ച് 4-ാം ദിവസം
നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ പുഴരിച്ചു തുടങ്ങിയെന്നർത്ഥം. നാറ്റം വെച്ച് തുടങ്ങിയ ലാസർ ആ കല്ല് മാറ്റാൻ പറഞ്ഞ മാർത്ത, അയ്യോ കർത്താവ് വേണ്ട വേണ്ട, എന്തേ നാറ്റം വെച്ചിട്ടുണ്ടാവും. കല്ല് മാറ്റി, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. മരിച്ച ലാസർ പുറത്തു വന്നു. ഇത്ര ശക്തി പ്രവഹിക്കുന്ന ശബ്ദത്തിൻ്റെ ഉടമയാണവൻ. 29-ാം സങ്കീർത്തനത്തിൽ നാം യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. യഹോവയായ ക്രിസ്തുവാണിവൻ. യഹോവയുടെ അവതാരമാണ് യേശു. യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നതൊക്കെ യേശുവിൻ്റെ ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. മരുഭൂമിയെ നടുക്കുന്നു. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. ഇത്ര ശക്തിയുള്ള ശബ്ദത്തിൻ്റെ ഉടമയാണ് അവിടെ മിണ്ടാതിരിക്കുന്നത്. ഈ ശബ്ദം തനിക്കുണ്ടെന്ന് തനിക്ക് അറിയില്ലേ? അറിയാം. ചിലർക്ക് അവരുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്ത്, അതെയാ എനിക്കങ്ങനെ പറ്റും, അയ്യോ എന്നാൽ പറ്റിയില്ല കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെയല്ല, അവനറിയാം സകലതും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ നിന്ദയും പരിഹാസവും മുഴുവൻ അനുഭവിക്കുമ്പോഴും എന്നെ പ്രതി, നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് കടിച്ച് പിടിച്ച് വായെ തുറക്കാതിരുന്നത്. അവൻ്റെ ഉപകാരങ്ങൾ. ഇനി ബാഹ്യമായ കാര്യം പറഞ്ഞാൽ, ഇതൊക്കെ കണ്ട് പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാതർത്തു. കർത്താവ് പറഞ്ഞു, വാൾ ഉറയിലിടുക. എനിക്ക് വേണമെങ്കിൽ എൻ്റെ പിതാവിനോട് യാചിച്ച് 12 ലെഗ്യോനിലധികം പട്ടാളക്കാരെ എൻ്റെ മുമ്പിൽ നിർത്തിക്കൂടെ? 12 ലെഗ്യോൻ. ഒരു ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ റോമൻ പട്ടാളത്തിൻ്റെ കണക്കനുസരിച്ച് 6000 പട്ടാളക്കാരാണ്. 12 ലെഗ്യോൻ എന്ന് പറഞ്ഞപ്പോൾ 72,000 പേര്. 72,000 ദൂതന്മാരായ പട്ടാളക്കാരെ ഇവിടെ വരുത്തി അവൻ്റെ ചുറ്റും നിർത്തിയ പിന്നെ ആർക്കെന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കർത്താവ് ഒരു പാവത്താനെ പോലെ, ഒന്നും കഴിവില്ലാത്തവനെ പോലെ, ഒരു മിണ്ടാട്ടമില്ലാത്തവനെ പോലെ വായെ തുറക്കാതിരുന്നു. അത് നമ്മെ പ്രതിയാണെന്ന് ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. സ്തോത്രം.